ബാലതാരമായി എത്തി ഇന്ന് ഒരു നടിയോളം വളർന്നു നിൽക്കുന്ന ഒരു താരമാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ യുവനായികമാരിൽ കൂട്ടാവുന്ന എസ്തർ അനിൽ. എന്നാൽ ബാലതാരമായി എത്തിയതിന് മുകളിൽ ഇപ്പോൾ നായികയ്ക്ക് റോള് കിട്ടാൻ വേണ്ടി തുണിയുടെ ഇറക്കം കുറയ്ക്കുന്നു എന്ന മോശം കമൻറ്റുമായി എത്തുന്ന പലർക്കും ചുട്ട മറുപടിയുമായിട്ടാണ് എസ്തർ എത്തുന്നത്. നിങ്ങൾ എന്താണ് കരുതിയത്? ഞങ്ങൾ വസ്ത്രത്തിൻ്റെ നീളം കുറയ്ക്കുന്നത് അല്ലെങ്കിൽ നീളം കുറഞ്ഞ വസ്ത്രം ഇടുന്നത് റോളിന് വേണ്ടിയാണ് എന്നും. പണ്ടുകാലം മുതലേ എല്ലാവരും നടിമാരെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണിത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അറിയുക? നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് ഞാൻ പറയൂ. അത്രയേറെ വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ എസ്തറിൻ്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ വൈറലാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്ന് വളർന്ന് ഞാൻ ലീഡ് റോളിലെത്താൻ പാകമായി എന്ന് സിനിമക്കാരെ അറിയിക്കാനുള്ള ഒരു ഹൈപ്പർ സെക്ഷൽ ഷോ ഓഫ് മലയാളത്തിലെ ചില ബാലതാരങ്ങളിൽ കാണാറുണ്ട് എന്ന അലീക്ക എന്ന അക്കൗണ്ടിലൂടെ വന്ന കമൻറ്റിനാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് സഹിതം പങ്കുവെച്ചുകൊണ്ട് എസ്തർ അനിൽ എത്തുന്നത്. ഇത്തരത്തിൽ ഇതിനു മുൻപ് നെഗറ്റീവ് കമൻറ്റുകൾക്കൊന്നും തന്നെ എസ്തർ മറുപടി നൽകിയിട്ടില്ല. എന്നാൽ ഇത് കമൻറ്റ് ചെയ്യുന്നതിനൊരു കണക്കുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ ഇയാൾ കളിയാക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നൊരു പോസ്റ്റുണ്ട്. ബാലതാരങ്ങളായി എത്തിയ പെൺകുട്ടികൾ വളർന്ന് ലീഡ് റോളുകളിലൊക്കെ എത്തുമ്പോൾ അവരെ ഹൈപ്പർ സെക്ഷലൈസ് ചെയ്യാനുള്ള പ്രവണത മലയാളികൾക്ക് കാണാറുണ്ട് എന്നായിരുന്നു എസ്തർ അനിൽ പറഞ്ഞത്. അതിന് താഴെ വന്ന കമൻറ്റുകൾ തന്നെയാണിതെന്ന് പറയാം. തുണി ഊരുന്നത് റോള് കിട്ടാനുള്ളതെന്നുള്ള നോൺസെൻസ് നിങ്ങൾക്കൊന്ന് നിർത്താൻ സാധിക്കുമോ? എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള മലയാളത്തിലെ സിനിമ ആക്ട്രസുകളുണ്ട്. അവരെ നിങ്ങൾ എങ്ങനെയൊക്കെ സെക്ഷലൈസ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കൂ. അവരൊക്കെ അവരുടെ ജീവിതം അടുത്ത് പോയവരുണ്ട്. അവരത് കെയർ ചെയ്യുന്നില്ല എന്ന് കാണിക്കുമെങ്കിലും അവരുടെ മനസ്സിലെന്ത് ഉള്ളിൽ നല്ല വേദനയുണ്ടാക്കും. മലയാള സിനിമ എന്ന് പറയുന്നത് ടാലൻറ്റിലും പൊട്ടൻഷ്യലിലും ഓടുന്നതാണ്. അല്ലാതെ ന്യൂഡിറ്റി കാണിച്ചോ അല്ലെങ്കിൽ കുറച്ച് വയർ കാണിച്ചോ കൈ കാണിച്ചോ ഓടുന്ന ഒന്നല്ല. പൊട്ടൻഷ്യൽ കൊണ്ട് മാത്രം ഓടുന്ന സിനിമയാണ് മലയാളം ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിഹേവിയർ എന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതോ ചില ഫോളോവേഴ്സിനെ അറ്റൻഡ് ചെയ്യാനും കുറച്ച് അറ്റൻഷൻ സീക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചിന്തിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വിളിച്ച് പറയുന്നതെന്ന്. സാധാരണ ഇത്തരത്തിൽ നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇന്ന് ഞാനത് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. അതിനുള്ള മൂഡിലായിരുന്നു ഞാൻ. എൻ്റെ മൂഡ് നശിക്കില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പുറത്തെത്തിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ലായിരുന്നു. എപ്പോഴും വരുന്ന കമൻറ്റുകൾ തന്നെയാണ്. ഞാനത് വിട്ടേനെ. സാധാരണ പോലെ വന്നിരുന്ന് വായിച്ചു പോയേനെ. എന്നാൽ ഇത്തരത്തിലല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് ഒന്നും തോന്നിയില്ല. എന്നാൽ ഈ ഒരു വ്യക്തി ഈ പറഞ്ഞത് വളരെയധികം മോശം പ്രവണതയായി തന്നെ തോന്നുന്നുണ്ട്. ചിലർക്കത് മനസ്സിലാകും. ബാലതാരമായി വന്ന് നായികയാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളൊന്നും നമ്മൾക്ക് മറച്ചു വെക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ പലരും പറയുന്നത്. അതൊന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഷോ ഓഫ് ചെയ്യുന്നത് പോലെയാക്കി കാണിച്ച് മലയാളികൾ നമ്മളെ തരം താഴ്ത്തും എന്നാണ് എസ്തർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.